നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. കരുവന്നൂരിൽ നേരെറിയാൻ CBI വേണ്ട. സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CBI അന്വേഷണം നടത്തണമെന്ന മുൻ ജീവനക്കാരൻ MV സുരേഷിന്റെ ഹർജി ഹൈക്കോടതി തള്ളി. നിലവിൽ നടക്കുന്ന ക്രൈംബ്രാഞ്ച് അന്വേഷണം തുടരാൻ കോടതിയുടെ അനുമതി. ഹർജിക്കാരനെ അന്വേഷണം വേഗം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കീഴ്ക്കോടതിയെ സമീപിക്കാമെന്നും ഹൈക്കോടതി. ക്രൈംബ്രാഞ്ച് 22 കേസുകൾ രജിസ്റ്റർ ചെയ്തതായും പ്രധാനപ്പെട്ട ഒരു കേസിൽ 2 തവണയായി കുറ്റപത്രം നൽകിയതായും കോടതിയെ ബോധിപ്പിച്ച സർക്കാർ അഭിഭാഷകൻ. കേസ് തീർപ്പാക്കിയതായി കോടതി. സർക്കാരിനും CPM-നും ഏറെ ആശ്വാസം. അത്താണി മിണാലൂരിൽ സ്വകാര്യ കമ്പനിയിൽ വൻ കവർച്ച. 10 ലക്ഷം രൂപ വില വരുന്ന യന്ത്രസാമഗ്രികളും അസംസ്കൃത വസ്തുക്കളായ ഇരുമ്പ് ദണ്ഡുകളും മോഷ്ടിച്ചു. കേളത്ത് ഷെരീഫിന്റെ ഉടമസ്ഥതയിലുള്ള കേളത്ത് സ്കാഫ് ഹോൾഡിംഗ് എന്ന സ്ഥാപനത്തിലായിരുന്നു കവർച്ച. GST നടപടികളിൽ കുടുങ്ങി പൂട്ടിക്കിടക്കുന്ന സ്ഥാപനത്തിന്റെ ചുറ്റുമതിൽ തകർത്താണ് മോഷ്ടാക്കൾ വിഹരിച്ചത്. മോഷ്ടിച്ച വസ്തുക്കൾ അത്താണി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ആക്രിക്കടകളിൽ വിറ്റു. ഭൂരിഭാഗവും വീണ്ടെടുക്കാൻ കഴിഞ്ഞതായി പോലീസ്. പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ഊർജിതം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ മരണപ്പാച്ചിൽ. ഒടുവിൽ വടിയെടുത്ത് മോട്ടോർ വാഹന വകുപ്പ്. ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്തെ വളവിൽ അപകടകരമായി സ്വകാര്യ ബസ് ഓടിച്ച് യുവതിയെയും ഭിന്നശേഷിക്കാരനായ ലോട്ടറി വിൽപ്പനക്കാരനെയും അപായപ്പെടുത്താൻ ശ്രമിച്ച ഡ്രൈവർക്കെതിരെ നടപടി. മിണാലൂർ സ്വദേശി ചുക്കുശ്ശേരി സജീവന്റെ ലൈസൻസ് 45 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തു. പിഴ ഒടുക്കാൻ കേസെടുത്ത് കോടതിയിൽ സമർപ്പിക്കും. മോട്ടോർ വാഹന വകുപ്പിന്റെ ഏകദിന പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കണം. റോഡ് നിയമങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള പരീക്ഷ എഴുതണം. നിരത്തിലെ CCTV ക്യാമറകൾ പരിശോധിച്ച് കൂടുതൽ നിയമലംഘനങ്ങൾ കണ്ടെത്തി. നിരവധി പേർക്ക് നോട്ടീസ് അയച്ചു. പരിശോധനകൾ കർശനമാക്കാൻ തീരുമാനമെടുത്തതായി ജോയിന്റ് RTO K അഫ്സൽ അലി. സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ജാഗ്രത. നിരത്തിൽ മുഴുവൻ ഭീമൻ ഗർത്തങ്ങളാണ്. അത്താണി കെൽട്രോണിന് സമീപം കുഴിയിൽ വീണ് ഇരുചക്ര വാഹനം റോഡിൽ മറിഞ്ഞു. പിന്നാലെ എത്തിയ 2 വാഹനങ്ങൾ മറിഞ്ഞ വാഹനത്തിലേക്ക് ഓടിക്കയറി. മുപ്രിയം സ്വദേശിനി അമല, മിണാലൂർ സ്വദേശി ജിഷ്ണു, കിള്ളിമംഗലം സ്വദേശി അൻഷാദ് എന്നിവർക്ക് പരിക്കേറ്റു. മംഗലം അമ്മാട്ടിക്കുളത്തിനു സമീപം ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് പാർലിക്കാട് സ്വദേശി സുഭാഷിനെ പരിക്ക്. മുരിയാട് ബ്രേക്ക് നഷ്ടപ്പെട്ട ക്രെയിൻ സ്കൂട്ടർ യാത്രികയെ ഇടിച്ചു വീഴ്ത്തി റോഡിന് നടുവിൽ മറിഞ്ഞു. ആർക്കും പരിക്കേൽക്കാതിരുന്നത് ഭാഗ്യം കൊണ്ട്. മുണ്ടത്തിക്കോടിലെ കുട്ടികൾ ഇനി ജലാശയങ്ങൾ കണ്ട് ഒട്ടും ഭയക്കില്ല. വെള്ളത്തിൽ നീന്തി തുടിക്കും കുട്ടിക്കൂട്ടം. ആവശ്യമെങ്കിൽ വെള്ളത്തിലും ഉറങ്ങും. സ്നേഹക്കൂടാരം കലാ കായിക സമിതിയുടെ നേതൃത്വത്തിൽ ഇതുവരെ നീന്തൽ സാക്ഷരത നേടിയത് 800ഓളം കുട്ടികൾ. 60കാരൻ ഉൾപ്പെടെ മുതിർന്നവരും പരിശീലനം നേടി. പരിശീലകർക്ക് കൈയടിച്ച് നാട്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി കേസുകളിൽ വൻ കുതിപ്പ്. പ്രതിദിന പനി ബാധിതരുടെ എണ്ണം 10,000-ന് മുകളിൽ. ഡെങ്കിപ്പനി, എലിപ്പനി മരണങ്ങളിലും വൻ വർധന. തൃശൂർ ജില്ലയിൽ പ്രതിദിനം 1000-ന് മുകളിൽ പനി ബാധിതർ. അതീവ ജാഗ്രത വേണമെന്ന് അധികൃതർ. വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഗുരുതര സ്ഥിതിവിശേഷമെന്ന് കോൺഗ്രസ്. ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കൂട്ട നിവേദനം സൂപ്രണ്ടിന് സമർപ്പിച്ചു. വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയുടെ അധിക ചുമതലയിൽ നിന്ന് KK മനോജിനെ നീക്കിയത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെ തുടർന്ന്. ഇതു സംബന്ധിച്ച രേഖകൾ പുറത്ത്.
നഗരസഭാ സെക്രട്ടറി ആയിരുന്ന കാലയളവിൽ മനോജ് അധികാര ദുർവിനിയോഗം നടത്തിയെന്ന് കോൺഗ്രസ് നേതാവ് SAA ആസാദ്. മനോജിനെതിരെ കോൺഗ്രസും രംഗത്ത്. സ്കൂളുകളിൽ സൂംബ ഡാൻസ് അവതരണത്തെ ചൊല്ലി വിവാദ കോലാഹലം. ഒന്നിനും ചെവി നൽകാതെ വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ സ്കൂളിൽ സൂംബയുടെ ചടുല ചുവടുകൾ. അധ്യാപകരും വിദ്യാർത്ഥികളും കണ്ണികളായി. തുള്ളിക്കളിക്കാൻ സൂംബ. കൈപ്പറമ്പിലും വടക്കാഞ്ചേരി നഗരസഭയിലും ഞാറ്റുവേല ചന്ത. പുത്തൻ കാർഷിക സംസ്കാരത്തിന് ഹരിതാപ ചുവടുവയ്പ്. വടക്കാഞ്ചേരിയിൽ സേവ്യാർ ചിറ്റിലപ്പിള്ളി MLAയും കൈപ്പറമ്പിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KK ഉഷയും ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് പഞ്ചവടി തീരക്കടലിൽ പോത്തൻവല ഉപയോഗിച്ച് കടൽ കലക്കി മത്സ്യബന്ധനം. കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമങ്ങളും കേരള മൺസൂൺ കാല മത്സ്യബന്ധന പെലാജിക് പ്രൊട്ടക്ഷൻ നിയമവും ലംഘിച്ച് പ്രവർത്തനം. ഡബിൾ നെറ്റ് പോത്തൻവല ഉപയോഗിച്ച വള്ളങ്ങൾ കണ്ടുകെട്ടി. വള്ളങ്ങൾക്കെതിരെ നിയമ നടപടി.